വെൽക്കം ബാക്ക് ടു സുധീസ് കുക്ക് ഹൗസ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ഒന്നാന്തരം വെജ് മയോണൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ മുട്ടയൊക്കെ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റെസിപ്പി ഫോളോ ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ടേസ്റ്റിൽ മയോണൈസ് റെഡിയാക്കാൻ പറ്റും. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ മയോണൈസ് തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തണുത്ത പാലാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചിട്ടുള്ള നല്ല കൂളായിട്ടുള്ള പാലാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അതേ അളവ് കപ്പിൽ തന്നെ 1/2 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ വേണം ഒഴിക്കാനായിട്ട്. ഞാനിവിടെ സൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 മുതൽ 2 ടീസ്പൂൺ പഞ്ചസാര വരെ നിങ്ങൾക്ക് മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സിയിൽ നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒന്ന് തിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ എണ്ണയുടെ അളവിൻ്റെ കുറവ് കൊണ്ടിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം നമ്മൾ കുറേശ്ശായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം നിങ്ങളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് തിക്കാകുന്നിടം വരെ നമ്മൾ കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പം നമ്മളിനി ഇതിനെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം മിക്സിയിൽ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മയോണൈസിൻ്റെയൊക്കെ ആ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ആ എണ്ണയുടേതായിട്ടുള്ള ആ ഒരു ടെക്സ്ചർ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ തിക്ക് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് ഈ മയോണൈസ് കിട്ടുന്നത്. വെളിയിൽ നിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള നമുക്ക് കെമിക്കൽ നിറഞ്ഞ മയോണൈസ് കൊടുക്കുന്നതിന് പകരം കുട്ടികൾക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.